ഗൈസ് അബി റിവീൽസിലേക്ക് സ്വാഗതം. അങ്ങനെ യൂഫോറിയ എൻഡ് ആയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ഫൈനൽ എപ്പിസോഡ് റിലീസായത്. ഞാൻ കണ്ടു. എനിക്ക് ആകെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, എന്താണ് അവർ ഈ ഒരു സീസൺ കൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ്. എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത്? ദ ബോയ്സ് ആണെങ്കിലും സ്ട്രേഞ്ചർ തിങ്സ് ആണെങ്കിലും നമുക്കറിയാം, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അവസാനത്തെ ഒരു ഫൈനൽ ഡയറക്ഷൻ ഉണ്ട്, എവിടെ എത്തിച്ചേരാൻ പോണേന്ന്. പക്ഷെ ഇത് എന്തുവാണ് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു യാത്രയാണ് നമ്മൾ കയറാൻ പോണേന്ന്. 8 എപ്പിസോഡാണ് ഇത്. അവസാനത്തെ എപ്പിസോഡ് 1.5 മണിക്കൂർ എങ്ങാണ്ടുണ്ട്. സീസൺ 2 തന്നെ അൺനെസറി ആയിട്ട് കുറെ സെക്ഷലൈസേഷൻ പരിപാടി ഉണ്ടായി. നല്ല രീതിയിൽ സെക്ഷൽ കണ്ടന്റ് കഴിഞ്ഞിട്ടുണ്ട് കാസി എന്ന ക്യാരക്ടറിനെ വെച്ചിട്ട്. പക്ഷെ എന്നാൽ പോലും അതിന്റെ ഇമോഷണലി കൺവിൻസ് ചെയ്തിട്ടും ക്യാരക്ടർ കോൺഫ്ലിക്ട്സ് ഒക്കെ നല്ല രീതിയിൽ വർക്കായ ഒരു സീരീസ് ആയിരുന്നു. കിടിലൻ സീസൺ തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു സീസൺ എന്തോ നടയത്, അനാവശ്യ കുറെ ഷോക്ക് വാല്യൂവും വിയേർഡ് കുറെ സീനുകളും സെക്ഷൽ കണ്ണൊക്കെ കുത്തി കയറ്റിയിട്ട് ഒരു സീസൺ. അല്ലാണ്ട് വേറെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു എയിംലെസ് ആയ ഒരു സീസണായിട്ട് എനിക്ക് തോന്നിയത്. അതേപോലെ ഇതിന്റെ കുറെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു അവസ്ഥ, അവരെല്ലാം ഒരു ഭയങ്കര ഡാർക്ക് റൂട്ടോടെ ക്യാരക്ടേഴ്സിനെ പിടിച്ചിരിക്കുന്നത്. ഒരാള് ഓൺലി ഫാൻസിന്റെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, മാഡി എന്ന ക്യാരക്ടർ ഒരു പിമ്പ് പോലത്തെ ഒരു ക്യാരക്ടർ, സെൻഡയുടെ ക്യാരക്ടർ ഡ്രഗ്സിന്റെ പുറകെ, അതേപോലെ വേറെ നെയ്റ്റിന്റെ ക്യാരക്ടർ കടം കയറി നശിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ഒരു റൂട്ടാണ് ഇതിലെ ക്യാരക്ടേഴ്സിന് വേണ്ടി റൈറ്റർ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഡാർക്ക് ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിട്ട് പോലും ഒട്ടും ഇമോഷണലി കൺവിൻസിങ് അല്ലടെ ഈ ഒരു സീസൺ, ഒട്ടുമല്ല. ഇതിലാകെ കുറച്ച് എൻഗേജിങ് ആയിട്ട് തോന്നിയത് ലാസ്റ്റ് അവസാനത്തെ എപ്പിസോഡ് കാസിയും ലെക്സിയും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്, ബൈബിൾ ദൈവത്തെയൊക്കെ പറ്റി. അത് 5-10 മിനിറ്റ് കണ്ടുണ്ട്. ആ ഒരു മൊമെന്റ് മാത്രമാണ് ഈ ഒരു ഹോൾ സീസൺ നോക്കിയാൽ കുറച്ചെങ്കിലും ഒരു ഇമോഷണൽ കണക്ട്, ഇമോഷണൽ റൈറ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യണത്. അല്ലാണ്ട് ഒരു രീതിയിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു പൊട്ട സീസൺ എന്ന് തന്നെ പറയാൻ പറ്റും. പെർഫോമൻസിന്റെ കാര്യമാണെങ്കിലും ഇതിന് ആക്ടേഴ്സിനൊന്നും, അവരൊക്കെ എക്സോസ്റ്റഡ് ആയിട്ട് പെർഫോം ചെയ്ത പോലെ ഫീൽ ചെയ്തു. ആ ഒരു പഴയ ആ ഒരു നേരത്തെ സീസണിൽ ആ ഒരു സ്പാർക്കും ഒക്കെ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. പിന്നെ ഇതിന്റെ എൻഡിങ് ഒരു രീതിയിലുള്ള ഇമോഷണൽ ക്ലോഷറോ ഒരു രീതിയിലുള്ള ഇമ്പാക്ട് തരാതെ തന്നെയാണ് ഈ ഒരു സീസണും എൻഡ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ യൂഫോറിയ സീസൺ 3 എനിക്കൊരു ഡിസപ്പോയിന്റിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് സ്ട്രിക്ട്ലി ഇത് 18+ ആണ്. സ്ട്രിക്ട്ലി ഹെവി സെക്ഷൽ കണ്ടന്റും ഡിസ്റ്റർബിംഗ് ആയ സീൻസും ഒക്കെ ഉള്ള ഒരു സീരീസ് തന്നെയാണത്. കാണുക. ഏതായാലും സീസൺ 3 ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് എല്ലാവരോടും കാണാനും പറയാൻ തോന്നുന്നില്ല. സ്വന്തം റിസ്കി കാണുക, അത്രേ ഉള്ളൂ.